ഫെബ്രുവരി 22 മുതൽ 26 വരെ വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന ഐക്യ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ കലൈക്ക ഇന്റർസോൺ കലോത്സവത്തിന് വിളംബരമോദി സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി വ്യാഴാഴ്ച തുടക്കം കുറിക്കും. വളാഞ്ചേരി MES KVM കോളേജിൽ നിന്നും തുടങ്ങി റിലയൻസ് പമ്പ് പരിസരത്ത് സമാപിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങൾ, വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, ലോഗോ പതിച്ച നൈട്രജൻ ബലൂണുകൾ, മുത്തുകുടകൾ, വർണ്ണക്കൊടികൾ തുടങ്ങി വർണ്ണാഭമായ രീതിയിലാണ് ഘോഷയാത്ര ഒരുക്കിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സാംസ്കാരിക സംഗമവും വ്യാഴാഴ്ച പൊന്നാനിയിൽ വെച്ച് നടത്തപ്പെടും. 5 ജില്ലകളിൽ നിന്ന് 5 ദിവസങ്ങളിലായി 6 വേദികളിൽ നടക്കുന്ന 106 ഇനം മത്സരങ്ങളിൽ 5837 വിദ്യാർത്ഥികളാണ് മാറ്റുരക്കുക. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലെ സോണൽ മത്സരങ്ങളിൽ 1-2 സ്ഥാനം നേടി യോഗ്യരായവരും അപ്പീൽ മുഖേന എത്തുന്നവരുമാണ് ഇന്റർസോൺ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കലോത്സവത്തെ വിദ്യാർത്ഥി സൗഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് സംഘാടക സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെയർമാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 22, 23 തീയതികളിൽ സ്റ്റേജ് തര മത്സരങ്ങളും 24 മുതൽ 26 വരെ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടത്തപ്പെടുന്നത്. 22-ന് രാവിലെ 10 മണിക്ക് സ്റ്റേജ് തര മത്സരങ്ങളുടെ ഉദ്ഘാടനവും കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം 24-ന് രാത്രി 7 മണിക്കും നടത്തപ്പെടും. ജനപ്രതിനിധികളും പ്രമുഖ കലാകാരന്മാരും പങ്കെടുക്കും. ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇന്റർസോൺ കലോത്സവം ഒരു സ്വാശ്രയ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ ഒന്നടങ്കം കലോത്സവത്തെ ഏറ്റെടുത്തു കലാപ്രതിഭകളെ വരവേൽക്കാൻ ഉജ്ജ്വലമായ ഒരുക്കങ്ങളാണ് കോളേജിൽ നടക്കുന്നത്. കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ്, ലോഗോ പ്രകാശനം, വെബ്സൈറ്റ് ലോഞ്ചിങ്, രജിസ്ട്രേഷൻ എന്നിവയുടെയെല്ലാം ഉദ്ഘാടനങ്ങൾ വിപുലമായി നടന്നു കഴിഞ്ഞു. കലോത്സവത്തിന്റെ സുരക്ഷാ ചുമതലക്കായി കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. നഗരയിൽ പ്രത്യേക പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും. കലോത്സവ വേദികളും പരിസരവും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാകും. 94 ക്യാമറകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. MSF മെഡിഫെഡ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയ ഡോക്ടർമാരുടെയും ആംബുലൻസിന്റെയും സേവനം ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും വളണ്ടിയേഴ്സിനും ഭക്ഷണ വിതരണത്തിലുള്ള പാചകപ്പുര കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരേ സമയം 500 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. കലോത്സവ നഗരിയിൽ മീഡിയ കോർണർ, സ്റ്റുഡിയോ കോർണർ, അവാർഡ് കോർണർ, ട്രോഫി പവലിയൻ, സെൽഫി കോർണർ, മാധ്യമ കണ്ണുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, ജനറൽ സെക്രട്ടറി സഫ്വാൻ പത്തിൽ, വൈസ് ചെയർമാൻ PK അർഷദ്, സലാം വളാഞ്ചേരി, കോളേജ് യൂണിയൻ ചെയർമാൻ ജാസിർ പുലാമുന്തോൾ എന്നിവർ പങ്കെടുത്തു. പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിശാലമായ യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തൃശ്ശൂർ മുതൽ വയനാട് വരെയുള്ള 5 ജില്ലകളിൽ നിന്നായ 5000-ലധികം കുട്ടികൾ, ഏകദേശം 161 വിവിധ മേഖലകളിൽ അവരുടെ കലാവൈഭവ സർഗാത്മക കഴിവുകളെ തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് 22-ാം തീയതി മുതൽ 26-ാം തീയതി കൊറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്നത്. 24-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും. ഈ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും കണ്ടതും, ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ മത്സരങ്ങളിൽ കലാപ്രതിഭകളായി വിജയിച്ച ഏറ്റവും പ്രശസ്തരായ പ്രഗത്ഭരായ കുട്ടികളെ കൊണ്ട് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും നടത്തുന്നതുമൊക്കെ. അതുകൊണ്ട് കേരളത്തിലെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ ഏറ്റവും നല്ല ഒരു പ്രതീകമായി ഈ കലോത്സവം മാറ്റണമെന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ അടക്കമുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എത്രമാത്രം സുരക്ഷിതമാക്കാൻ കഴിയുമോ ആ സുരക്ഷിതത്വം മുഴുവൻ ഉറപ്പുവരുത്തിക്കൊണ്ട് യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഭംഗിയായി ഈ കലോത്സവം നടത്തണമെന്നും പരിപൂർണമായ വിജയത്തിലെത്തിപ്പിക്കണമെന്നുമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിന് കൂടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ളത്. വിദ്യാർത്ഥികൾ 423 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നും 5 ജില്ലാതല മത്സരങ്ങൾ നടത്തി. ഇപ്പോൾ 5837 വിദ്യാർത്ഥികൾ 106 ഇനങ്ങളിൽ ആയിട്ടാണ് മത്സരങ്ങൾ വരുന്നത്. 5 ദിവസങ്ങളായിട്ട് ഒരു 6ഓളം വേദികളിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങൾ ഓഫ് സ്റ്റേജ് മത്സര ഇനങ്ങളും ബാക്കി വരുന്ന 3 ദിവസങ്ങളിൽ ഓൺ സ്റ്റേജ് മത്സര ഇനങ്ങളായിരിക്കും ഉണ്ടാവുന്നത്.